എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയതിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് രേണുവിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് ഞാൻ എടുക്കേണ്ടതൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നാലുണ്ടല്ലോ, എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞത് എന്നതിലേക്ക് കൈ വരും കേട്ടോ. അപ്പോൾ അതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നും. അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. രേണുവിൻ്റെ കുറ്റം പറയുക എന്നുള്ളതല്ലാണ്, രേണു പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതൊന്ന് ക്ലാരിറ്റി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഒന്ന് ക്ലിയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം പുള്ളിക്കാരി പറയുന്നത് എന്നാന്ന് പുള്ളിക്കാരിക്ക് പോലും അറിയത്തില്ല. പുള്ളിക്കാരി ക്ലിയർ ചെയ്യുമല്ല, മറ്റുള്ളവർ ഈ നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാട് ആൾക്കാർ ഇവർക്ക് വരുന്നതിൻ്റെ ഒറ്റ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇവരുടെ വായിൽ നിന്ന് വരുന്ന ഇങ്ങനെയുള്ള കൊനിഷ്ഠ പിടിച്ചുള്ള കാര്യങ്ങൾക്കാണ്. അതുപോലെ തന്നെ ശ്രീതു കുറേ കാര്യങ്ങൾ ഇന്ന് ശ്രീതുവിൻ്റെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കുറേ കാര്യങ്ങൾ ബിഷപ്പിൻ്റെ അടുത്ത് പോയ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രീതുവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാം ഒന്ന് ക്ലിയർ ആക്കാം എന്നുള്ളത്. നമുക്കൊരു കാര്യം കേൾക്കുമ്പം നമുക്കത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊന്ന് പറയാൻ തോന്നുകയാണല്ലോ റിയാക്ട് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നതാണ്. രേണുവിൻ്റെ കാര്യം തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. രേണു കഴിഞ്ഞ ദിവസം ഒരു ഇനാഗ്രേഷന് പോയപ്പോഴത്തേക്ക് അവിടെ വെച്ച് എനിക്ക് ഉള്ള സംശയം, ഞാൻ ഇതിനു മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, രേണു ഇവർക്ക് ക്വസ്റ്റ്യൻ കൊടുത്തേച്ച് ചോദിക്കുന്നതാണോ എന്ന് തന്നെ ശരിക്കും സംശയമുണ്ട്. കാര്യം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യനോട് ചോദിക്കുന്നതിനൊക്കെ ഒരു പരിധികളില്ലേ. ഒരു കാര്യം തന്നെ പിന്നെയും തിരിച്ചും മറിച്ചും ചോദിക്കാനില്ല. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അവസാനം രേണു തന്നെ പറയുന്നത് വേറൊരു വീഡിയോയും കൂടെ ഞാൻ കാണിച്ചു തരാം. അതുകൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിലൊക്കെ എത്ര മാത്രം സത്യമുണ്ട്. പിന്നെ വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് അങ്ങ് വരുത്തുന്ന മൊത്തം രേണു തന്നെയാണ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ രേണു പറയുന്നതുകൊണ്ടാണ് മറ്റുള്ളവരത് പ്രതികരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ രേണുവിൻ്റെ വിവാഹത്തെ പറ്റിയാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രേണുവിന് വിവാഹം കഴിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവർ ജീവിതകാലം മൊത്തം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട കാര്യമില്ല. അവരുടെ ചെറുപ്രായമാണ്, അവർക്ക് വിവാഹം കഴിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയാം, ഇവരുടെ സ്വഭാവവും ഇവരുടെ രീതിയും കാര്യങ്ങളും എല്ലാം വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരൊരിക്കലും ഒരു വിവാഹം കഴിക്കാൻ പോകുന്നില്ല. ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ലിവിങ് ടുഗദറാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട് വിവാഹത്തെക്കാലത്തായിട്ട്. പിന്നെ ഇവരിപ്പോൾ ഈ ഒരു ഫ്രീഡം ഇവർക്ക് കിട്ടണമെന്നില്ല. ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇങ്ങനെ ഇവർ ഇത്രയും ഫ്രീ ആയിട്ട് ഇങ്ങനെ ഈ ഓരോ വർക്കും ചെയ്ത് നടക്കണമെന്നില്ല. കാര്യം അറിയാനൊക്കത്തില്ല, കിട്ടുന്ന ആളുടെ സ്വഭാവം പോലെ ഇരിക്കും. ചിലർ ഭാര്യമാർ ജോലിക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടില്ല, ഇങ്ങനെ ഒരു പബ്ലിക്കിലേക്കുള്ള ഒരു ഫെയിമൊക്കെ അവർക്ക് കിട്ടുന്നതിന് ഇഷ്ടമുള്ള ഭർത്താക്കന്മാരും ഉണ്ട്, ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. അങ്ങനെ പല രീതിക്കും ഉണ്ട്. നമുക്കതുകൊണ്ട് രേണു എടുത്തു ചാടിയ ഒരു വിവാഹത്തെ പറ്റി രേണു ചിന്തിക്കത്തില്ല. രേണു ശരിക്കും ആലോചിച്ച് നല്ല പോലെ ചിന്തിച്ചതിന് ശേഷമേ ചിന്തിക്കുള്ളൂ എന്നാണ് വിവാഹത്തെപ്പറ്റി. പക്ഷേ ബാക്കി മൊത്തം തുറന്ന മണ്ടത്തരങ്ങൾ മാത്രമാണ് വരുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം തന്നെ ചോദിച്ചു വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു വന്ദേ ഭാരത് അല്ലേ എന്ന് ചോദിച്ചു. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, അതുപോലെ ദിവസങ്ങൾ ആഴ്ചയിൽ 8 ദിവസമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെയുള്ള പൊട്ടത്തരം പിടിച്ച കാര്യങ്ങളൊക്കെ ഒന്നെങ്കിൽ അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ചോദിക്കുന്ന ഇവന്മാർക്ക് ഒരു പണിയില്ല. സത്യം പറഞ്ഞാൽ ഇവരെടുത്ത് ഇവരെ ഇട്ട് ഇങ്ങനെ ഒരുമാതിരി കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. അതിൻ്റെയൊക്കെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ രേണു കാണണം. അതുപോലെ രേണു കാണുന്നുണ്ട്, അത് വാസ്തവം. ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ കമൻറ്റുകളെല്ലാം കാണുന്നു, രേണുവും കാണുന്നുണ്ട്, രേണുവിൻ്റെ കൂട്ടുകാരും കാണുന്നുണ്ട്. പക്ഷേങ്കിൽ അതിൻ്റെ താഴെ വരുന്നത് ഒന്നെങ്കിൽ മിണ്ടാതിരിക്കുക. നമുക്കറിയാൻ മേലെ ഒന്നെങ്കിൽ ഇവന്മാരുടെ ചോദ്യങ്ങൾക്ക് 2-3 ചോദ്യങ്ങൾക്ക്. പക്ഷേ ഇവരോട് രേണു നേരത്തെ പറയുന്നുണ്ട്, നാളെ നിങ്ങൾ വരത്തില്ലേ, ഞാൻ ഇന്നടത്തുണ്ട്, അവിടെ കാണാം കേട്ടോ, ഞാൻ അവിടെ വരുന്നുണ്ട്, നിങ്ങൾ വരത്തില്ല എന്നും പറഞ്ഞ് ഇവരെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് എല്ലായിടത്തും. പിന്നെ അവർക്ക് പോകുന്നതിന് എന്നാ കുഴപ്പം? അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു, നമ്മളോട് ഒരാൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ നമ്മുടെ നിലവാരം അങ്ങനെ ആയിരിക്കണം, എന്നാലേ നമ്മളോട് അങ്ങനത്തെ ചോദ്യങ്ങൾ വരുള്ളൂ. നമ്മൾ നമ്മുടെ നിലവാരം വിട്ട് നിൽക്കാതിരിക്കാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഈ നിലവാരം കെട്ട രീതിക്ക് പോകേണ്ട യാതൊരു കാര്യവും ഇല്ല. കാര്യം ഇവരെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, ഇവരെ മനസ്സിലാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഇവരെ ഇപ്പോഴും ഇഷ്ടമാണ്. ഇവരെ നെഗറ്റീവ് പറയുന്നവരെ പോലും ഇവർക്ക് പോസിറ്റീവാക്കി കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് പറ്റും. പക്ഷേ ഇവരങ്ങനെ ശ്രമിക്കുന്നില്ല. ഇവരെ പോസിറ്റീവായിട്ട് പറയുന്നവരെ കൂടി ഇവർ നെഗറ്റീവ് ആക്കാനായിട്ടുള്ള രീതിക്കാണ് ഇവർ കിടന്ന് കാണിക്കുന്നത്. കാര്യം ഇവർ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് ഇപ്പം നെഗറ്റീവ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ രേണുസുതി ഒരു മുസ്ലിം യുവാവുമായിട്ട് പ്രണയത്തിലാണെന്ന് പറഞ്ഞ റൂമേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? ഗോസിപ്പല്ലേ, നമുക്ക് നോക്കാം. അത് ഉണ്ടോ ഇല്ല നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 വർഷം അങ്ങോട്ട് സമയം തന്നിട്ടില്ലേ, നമുക്കപ്പം നോക്കാം. 2 വർഷം ഇല്ല, ഇനി 1.5 വർഷം കൂടെ ഉള്ളെന്ന് തോന്നുന്നു. മിക്കവാറും മേ ബി ഒരു 85-90% കാണാൻ പറ്റും. കേട്ടല്ലോ, ഇതാണ് പറയുന്നത്. രേണുവിൻ്റെ വിവാഹത്തെ പറ്റി ചോദിക്കുന്നത് ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിരിക്കത്തില്ല. ഇങ്ങനൊരു കാമുകൻ കാണുകയില്ല. ഇടയ്ക്ക് അച്ചായനായിരുന്നു, ഇടയ്ക്ക് വേറെ ആരുണ്ടായിരുന്നു, ചേട്ടൻ, ഇങ്ങനെ പലതും പറയുന്നുണ്ട്. പുള്ളിക്കാരി തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തട്ടമിട്ട് നടക്കുന്ന രേണുവിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ 90 ഇത്ര % പുള്ളിക്കാരി പറയുന്നു, അത്രയും ഇത് കാണാൻ പറ്റും. ഒരു 10% പുള്ളിക്കാരി പറയുന്നത്. അത് പിന്നീട് ഇനി പറയുന്നുണ്ട് അതിനെപ്പറ്റി ഓരോ കാര്യങ്ങളും. ഞാൻ ചോദിക്കുന്നത്
ഇവർ എന്നും സുധിയെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കണമെന്ന് പറയുന്നില്ല, എന്നും അങ്ങനെ തന്നെ ചിന്തിച്ചിരിക്കുക. അയാളെ ഒരുമാതിരി കളിയാക്കുന്ന രീതിക്കുള്ള രീതിയാണ് ഇവർ ഈ കാണിച്ചുകൊണ്ട് നടക്കുന്നത്. കാര്യം ഇവർ പറയുന്നുണ്ട്, എൻ്റെ സുധിച്ചേട്ടൻ ഇല്ലാതിരിക്കും, പറയും സുധിച്ചേട്ടൻ ഇങ്ങനെ 100 തവണ പറയുന്ന ഈ മാതിരിയുള്ള ഇവർ വിവാഹം കഴിച്ചോട്ടെ, ഇനി ഒരു മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ ഹിന്ദുവിനെയോ ആരെ വേണമല്ലോ, ഇനി ഒരു അറബി ആരെ വേണമല്ലോ ഇവർക്ക് വിവാഹം കഴിക്കാം, അത് ഇവരുടെ വ്യക്തിപരമായ കാര്യമാണ് എന്നും പറഞ്ഞിട്ട് ഇവർക്ക് അവരുടെ ഭർത്താവിനെ അവർ ആദ്യം വിവാഹം കഴിച്ച അദ്ദേഹത്തെ ഇവർ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. ഉണ്ട്, അവരുടെ ആ സ്നേഹമുണ്ട്, ആ മനുഷ്യൻ ഈ ലോകത്തുനിന്ന് പോയി, ഇനി ഇവർ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇവർക്കൊരു കൂട്ട് വേണം, അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്കറിയാം അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അതും ഒരു കുഞ്ഞും കൂടെ ഉള്ളു, മറ്റേ മൂത്ത കൊച്ചത് വലുതായി, ഇളയ കൊച്ചേ ഉള്ളൂ. അതിൻ്റെ കാര്യം നിങ്ങൾ നോക്കിയൊക്കെ അതും ഒരു ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്കറിയാം. ഇവരുടെ ഇതിനകത്ത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നിട്ടുണ്ട്, ഒത്തിരി വന്നിട്ടുണ്ട് നെഗറ്റീവ് കമൻറ്റുകൾ. ഓരോ പെണ്ണുങ്ങളും പറഞ്ഞിരിക്കുന്നത്, ഞാനൊരു വിധവയാണ്, എനിക്ക് എൻ്റെ ഈ 2 കുട്ടികളുണ്ട്, ഞാൻ ഇന്ന വീട്ടുജോലി എടുത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി അവരെ പഠിപ്പിച്ചു, ഇന്ന് എനിക്കൊരു കിടപ്പാടുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു നിലയിലേക്ക്, അങ്ങനെ ഒത്തിരി പേര് വിധവകൾ ഇവർ ഇങ്ങനെ പറയുന്ന കമൻറ്റിന് താഴെ വന്ന് ഈ വീഡിയോയുടെ താഴെ വന്നിച്ച് കമൻറ്റ് നെഗറ്റീവായിട്ട് ഇട്ടേക്കുന്ന കാണണം. ഒത്തിരി ഇതായിട്ടാണ് രേണുവിനെ ഇതാക്കി പറയുന്നത്. പക്ഷെ അതൊക്കെ രേണു ചോദിച്ച് മേടിക്കുന്നതാണ്, അല്ലാതെ ഇത് മനുഷ്യർ ചുമ്മാ പറയുന്ന കാര്യങ്ങളല്ല. അതെങ്ങനെയാണ് കല്യാണം കഴിച്ചാൽ സുധിച്ചേട്ടൻ്റെ ഓർമ്മ നഷ്ടമാകുന്നത്? സുധിച്ചേട്ടൻ്റെ ഓർമ്മ നഷ്ടമാകാത്ത ഒരാളെ കല്യാണം കഴിച്ചാൽ പോരെ? അടുത്ത് തന്നെ ആ പൊട്ടക്കണാപ്പന്മാർ ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ്, സുധിച്ചേട്ടൻ്റെ ഓർമ്മ നഷ്ടമാകുകയല്ലേന്ന് വേറെ വിവാഹം കഴിച്ചാൽ. അതിന് ചോദിക്കുന്നു, സുധിച്ചേട്ടൻ്റെ ഓർമ്മ എങ്ങനെ നഷ്ടമാകുന്നു? സുധിച്ചേട്ടനെ കൂടെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചിരിയാണ് വരുന്നത്. രേണു സുധിയുടെ ആദ്യ ഭാര്യ അംഗീകരിക്കുമായിരുന്നു. ആ ഭാര്യനെ സുധി മനസ്സിൽ കൊണ്ടുകിടന്ന് വെറുതെയാണെങ്കിൽ പോലും ഓരോ പുള്ളിക്കാരികൾ വന്നപ്പം രേണു എത്രമാത്രം വയലൻ്റായി, ഞാൻ മാത്രമുള്ളൂ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട്, വേറെ ആരും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട്. എന്ന് പറയുന്ന പോലെ മാനാഭിമാനമുള്ള ഏതെങ്കിലും ആണുങ്ങൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവളുടെ ആദ്യ ഭർത്താവിനെ കൂടെ അവൾ സ്നേഹിക്കണം എന്നുള്ള ഇതൊക്കെ ചുമ്മാ നോവലിലൊക്കെ നടക്കും, ജീവിതത്തിലൊന്നും നടക്കത്തൊന്നുമില്ല. ആ സുധിച്ചേട്ടനെ കൂടെ അംഗീകരിക്കുന്ന ഒരാളെ കൂടി കല്യാണം കഴിച്ചാൽ പോരേത്. ഇതൊക്കെ എന്നെ വർത്തമാനാണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. വീണ്ടും അപ്പം ഈ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ സുധിച്ചേട്ടൻ്റെ പേര് വെച്ച് തന്നെ ജീവിക്കാനാണ് പുള്ളിക്കാരിക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പറയുന്നത്, സുധിച്ചേട്ടനെ അംഗീകരിക്കുന്ന ഒരാളെ ഉൾക്കൊള്ളുന്ന ഒരാളെ കൂടെ അങ്ങനെ കെട്ടിയാൽ പോരെയെന്ന്. ഞാൻ പറഞ്ഞില്ല, ഇവർ വിവാഹം കഴിക്കാനും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. ഇവരിങ്ങനെ ഈ നെഗറ്റീവ് കേൾക്കാൻ വേണ്ടി മാത്രം ഇവർ ഉണ്ടാക്കി വെക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഞാൻ പറയുന്നില്ലല്ലോ, ഞാൻ പൊതുവേ പറഞ്ഞതാണ്, മനസ്സിലായോ? ഇക്കയാണോ ചേട്ടനാണോ ഇച്ചായനാണോ എന്നൊക്കെ നമുക്ക് അറിയാം. മുസ്ലിം യുവാവാണെന്നാണ് സംസാരം. അത് അങ്ങനെ ഇരിക്കട്ടെ, അത് നല്ല കാര്യമല്ലേ, അങ്ങനെ ഇരിക്കട്ടെ. ഇതാണ് ഇവർ പറയുന്നത്. ഇവർ തന്നെ പറയുന്നുണ്ട് ഇക്കയാണോ ചേട്ടനാണോ ഇച്ചായനാണോ എന്നൊന്നും അറിയത്തില്ല, മുസ്ലിം യുവാവാണെന്നാണ് പൊതുവെ ഉള്ളൊരു സംസാരം. അപ്പോൾ പൊതുവെ ഉള്ള സംസാരം വെച്ചാണ് പുള്ളിക്കാരി ഇങ്ങനെ ഒരു കാമുകനെ സൃഷ്ടിച്ചേക്കുന്നത്. പൊതുവെ ഉള്ളൊരു സംസാരം വെച്ച് പുള്ളിക്കാരിക്ക് തന്നെ അറിയില്ല ഇത് എന്നതൊക്കെയാണ് പറയുന്നത്, എന്നതൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്നും. ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് പറഞ്ഞ് ഇവർക്കൊരു പബ്ലിക്കിലേക്ക് വരേണ്ട കാര്യമില്ല. ഇവർക്കല്ലാതെ തന്നെ ഇവർക്ക് നല്ല കഴിവുണ്ട്. ഇവർ ഇത്രയൊക്കെ ആയി തീർന്നു. ഇത്രയും കുറഞ്ഞ നാളുകൾ കൊണ്ട് ഇവർ ഇത്രയും ഫെയിമായി തീർന്നു. ഇവർ ബിഗ് ബോസിൽ പോയി ഇത്രയൊക്കെ ഇവർക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ നെഗറ്റീവ് ഇല്ലാതെ തന്നെ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ പറയാതെ തന്നെ ഇവർക്ക് ഇവരുടേത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിക്ക് തന്നെ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ പറഞ്ഞാൽ മാത്രമല്ല മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇവർ ഇങ്ങനെ പോയാൽ വീണ്ടും വീണ്ടും ഇവരെ സ്നേഹിക്കുന്നവരും കൂടെ ഇവരെ വെറുത്ത് തുടങ്ങത്തേ ഉള്ളൂ. അതേസമയം ഇങ്ങനല്ലാതെ ഇവരുടേതായ കാര്യങ്ങൾ നോക്കി ഇനിയെങ്കിലും ഇവർ മാറി നിന്നാൽ ഇവർക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവരെ വെറുക്കുന്നവരും കൂടി ഇവരെ പോസിറ്റീവ് പറഞ്ഞ് തുടങ്ങും. ഇത് വീണ്ടും ഇത്രയും ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ബിഷപ്പ് പിന്നെ ഫിറോസ്, ഇങ്ങനെ ഓരോന്ന് നോക്കിയാൽ ബിഷപ്പിൻ്റെ കാര്യം ഏകദേശം ക്ലോസ് ആയിട്ടുണ്ട്. കാര്യം ഇനി അത് ചൊറിയാൻ നിന്ന പ്രശ്നമാകുമെന്ന് കൂട്ടുകാരികളും രേണുവിനൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് ഇപ്പോൾ ഫിറോസിൻ്റെ കാര്യമാണ് കഴിച്ചത്. ഫിറോസ് പിന്നീട്ട് കൊടുത്തതെന്ന് വെക്കാം, ഫിറോസിന് കിട്ടിയ മറുപടി ആ ഒരു കാര്യങ്ങൾ അങ്ങനെ ഓരോന്ന് ഇപ്പോൾ അതെല്ലാം പോയിട്ടപ്പോൾ വീണ്ടും കാമുകന്മാർ പൊങ്ങി വരാൻ തുടങ്ങി. വീണ്ടും വിവാഹം കാര്യങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കാൻ തുടങ്ങി. ഒരു എന്താ പറയുക, കല്യാണം നടന്നാൽ അദ്ദേഹത്തെ മറന്നെന്നോ അല്ലെങ്കിൽ മറക്കുമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു. ഈ സിംഗിൾ പേരൻസിന് എല്ലാം അറിയാം, നമുക്ക് ഒരാൾ സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങൾ നമ്മളെ കെയർ ചെയ്യാൻ ഒരാളുള്ളത് നല്ലതാണ് അല്ലേ, നല്ലതാണെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ പോവാന്നും ഞാൻ പറഞ്ഞിട്ടില്ല.
ശരിയാണ്, ഒരു കൂട്ട് ആവശ്യമാണ്, ആവശ്യമല്ല എന്ന് പറയുന്നില്ല, കൂട്ട് വേണം. പക്ഷേ ഇത്രയും കേൾക്കുന്നെന്ന് പറയുന്നതിൽ എനിക്ക് ഒരു ന്യായീകരണം തോന്നുന്നില്ല. കാര്യം ഇത്രയും കേൾക്കുന്നത് ഇട്ട് കൊടുത്തിട്ടാണ് തിരിച്ച് കിട്ടുന്നത്. അങ്ങോട്ട് കൊടുക്കുന്നത് 1 കൊടുക്കുന്നത് 10 തിരിച്ച് കിട്ടുന്നു എന്നേ ഉള്ളൂ. പിന്നെ നെഗറ്റീവ് പറയുന്നവരുണ്ട് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എങ്ങനെ ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒരു കമൻറ്റ് ഇടാൻ, ഒരു പെണ്ണിൻ്റെ വീഡിയോ വന്നിച്ചിടാൻ തോന്നുന്നു എനിക്കറിയത്തില്ല. രേണു പറയുന്നുണ്ട്, ഓരോന്നെല്ലാം കിടന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞോട്ടെ, അതൊക്കെ ഇവരെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പുള്ളിക്കാരി ഗൾഫിന് പോകുന്ന കാര്യം പറയുന്നുണ്ട്, അവിടുത്തെ വർക്കിൻ്റെ കാര്യം പറയുന്നുണ്ട്, അങ്ങനെ ഓരോന്നും പറഞ്ഞത് അവർക്ക് കിട്ടുന്ന ഗിഫ്റ്റിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അവർ ഗൾഫിന് പോകുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൽ വന്നേച്ച് അവർക്ക് ഗിഫ്റ്റ് കിട്ടിയെന്നും ഒരു കസ്റ്റമർ കൊടുത്തെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശരിക്കും ഒരു എന്നാ ഇവർക്ക് വീട്ടിൽ പെണ്ണുങ്ങളുണ്ടോ എന്ന് തന്നെ നമ്മൾ ആലോചിച്ച് പോകും. ഇത്രയും മെനക്കെട്ട വർത്തമാനങ്ങൾ കമൻറ്റായിട്ട് ഇടുന്ന കാണുമ്പോഴത്തേക്ക് അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അവരെങ്ങനെയും ജീവിച്ചോട്ടെ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ, അവരുടെ ഒന്നും അടുത്ത് നിങ്ങൾ ഒരു കമൻറ്റ് ഇടാൻ പോകുന്നില്ലല്ലോ. ഇവർ അങ്ങനെ മറ്റുള്ളവർ പറയുന്നേ ഉള്ളൂ, ഒരിക്കലും അവരങ്ങനെയുള്ളൊരു കാര്യങ്ങളിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവരുടെ ലൈഫ് കിടന്ന് കഷ്ടപ്പെട്ട് അത് തുഴയാൻ വേണ്ടി തുഴഞ്ഞ് പോകുന്നവരാണ്. അവരവരുടെ ജീവിതത്തിലേക്ക് പിന്നെ അവരെ ഇഷ്ടപ്പെട്ട ഓരോരുത്തർ അവർക്ക് ഓരോ ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കുന്നു. അതേ നടക്കുന്നുള്ളൂ. അതിന് വേണ്ടി കിടന്ന് ഇത്രയും മെനക്കെട്ട വർത്തമാനങ്ങൾ പറയേണ്ട കാര്യം അതൊരു പക്ഷേ ഒരു പറ ശരിയാണ്. ഒരു വിവാഹം കഴിച്ച് കഴിയുമ്പോൾ അങ്ങനെയുള്ള പറച്ചിലങ്ങ് നിൽക്കും, അങ്ങനെയുള്ള വേണ്ടാത്ത വർത്തമാനങ്ങൾ പറച്ചിൽ നിൽക്കും. അതിൽ നിന്ന് അവർക്കൊരു മോചനം കിട്ടും. അത് കറക്റ്റാണ് അവരെ പറയുന്നത്. പക്ഷേ അതിന് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ട് ഒരു സത്യമല്ലാത്ത കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് ആൾക്കാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് അത് സംസാരിച്ച് അത് വഷളാക്കേണ്ട കാര്യമില്ല ഇവർക്ക്. രേണുവിന്റെ അച്ഛനെ നാറിയെന്ന് വിളിക്കുന്നുണ്ട്. കണ്ടല്ല, കേട്ടു. ബിഷപ്പ് അങ്ങനെ വിളിച്ചിട്ടില്ല. KHDC ഫിറോസ് പറഞ്ഞായിരുന്നല്ലോ, പ്രതികരിച്ചായിരുന്നല്ലോ. അതിന്റെ തിരിച്ചും പ്രതികരിച്ച് ആള് സൗമ്യമായിട്ട് സംസാരിച്ചതുകൊണ്ട് തിരിച്ചെനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല. എന്നെ ദേഷ്യം കയറ്റിക്കഴിഞ്ഞാൽ ഫിറോസൊക്കെ അറിയാം ഞാൻ എന്തൊക്കെയാ വിളിച്ചു പറയാം, എനിക്ക് തന്നെ അറിയത്തില്ല. ഈ വരുന്നവന്മാർക്ക് ഇവന്മാരൊന്നെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ അവർ സോഷ്യൽ മീഡിയയിൽ കയറി ഒരുപാട് വീഡിയോസ് വീണ്ടും കണ്ടതിന് ശേഷമായിരിക്കും അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ വരുന്നത്. അത് പലരുടെ അഭിപ്രായം ചിലപ്പോൾ ഇവർ ശ്രദ്ധിച്ചിട്ടുമായിരിക്കും ഇവരുടെയും കൂടെ ഒരു അഭിപ്രായങ്ങൾ ഇവർ അതിനകത്ത് പറയാൻ വരുന്നത്. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്മളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് എന്നുള്ള മൈൻഡിലാണ് നമ്മൾ വരുന്നത്. പക്ഷേങ്കിൽ ഈ പുറകെ നടക്കുന്നവന്മാർ ആ ഒരു കാര്യം പറഞ്ഞ ഫിറോസാന്നുള്ളത് മൊത്തം അറിയാം. രേണു റിയാക്ട് ചെയ്തെന്ന് ഫിറോസിനോടാണെന്നറിയാം. എന്നിട്ട് ചോദിച്ചേട്ടോ ബിഷപ്പ് പറഞ്ഞാണോ? അതാ പറഞ്ഞത്, ഈ വരുന്നവന്മാർക്കും വെളിവില്ല, പറയുന്ന രേണുവിനും വെളിവില്ല, ഒന്നുമില്ല. ഇപ്പം എനിക്ക് വന്ന് രേണു തന്നെ പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു കാര്യം ചെയ്യിച്ചത്. കാര്യം ഫിറോസ് അതിനുള്ള വിവിയുടെ ചാനലിനകത്ത് അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തോട് എനിക്ക് സോഫ്റ്റായിട്ടാണ് മറുപടി തന്നത്, അതുകൊണ്ട് എനിക്കിനി അതിൽ പ്രതികരിക്കുക. ദേഷ്യം വന്നാൽ ഞാൻ എന്നതാ പറയുന്നതെന്ന് അറിയത്തില്ല. അതത്ര നല്ല കാര്യമല്ല. ദേഷ്യം വന്നാൽ ഞാൻ എന്നതാ പറയുന്നതെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പം അത് തന്നെയാണ് ഈ പബ്ലിക്ക് വന്ന് ഓരോരുത്തരും പറയുന്നത്, കമൻറ്റുകൾ ഇടുന്നത്. അവർക്ക് ഓരോന്നും കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരുമ്പോഴാണ് അവരും വായി വരുന്നത് പറയുന്നത്. അതൊന്നും മനസ്സിലാക്കാം. മറ്റുള്ളവരപ്പോൾ പറയുമ്പോൾ അവരെ ഒന്നും പറയാൻ പറ്റത്തില്ല. രേണുവിന് ദേഷ്യം വരുമ്പോൾ രേണു എന്നെ വേണേലും പറയുമെന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവരും അത് തന്നെയാണ് കാണിക്കുന്നത്. ഇനി ഇതിനേക്കാളൊക്കെ മുന്നേ കുറച്ച് മുമ്പ് രേണു പറഞ്ഞൊരു കാര്യമുണ്ട്. കാര്യം ഇത്രയും പറഞ്ഞ് നിർത്തിയതിന് ഉള്ളൊരു മറുപടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ട്. ഇപ്പം പറഞ്ഞല്ല കേട്ടോ, കുറച്ച് നാൾ മുമ്പേ പറഞ്ഞ കാര്യമാണ്. ഇതാണ് സത്യം. ഇതാണ് രേണു പറയുന്ന കാര്യത്തിൻ്റെ സത്യാവസ്ഥ. ഇതാണ് എനിക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ സൂചിച്ചേട്ടനടുത്ത് മാത്രമുള്ളൊരു വികാരമാണ്. അതിനി ഇതിനകത്ത് ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ഞാൻ ഇന്ന് ഈ നിമിഷം വരെ വേറൊരു കല്യാണത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നുമില്ല. ഞാൻ ഇന്നും സുധിച്ചേട്ടൻ്റെ വൈഫാണ്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എല്ലാവരും ചോദിക്കുന്ന ഇതാണ്. അപ്പൊ എന്തെങ്കിലും ചോദിച്ച് നമ്മൾ അങ്ങ് പറഞ്ഞു പോകും എന്തെങ്കിലുമൊക്കെ. ഇത് തന്നെയാണല്ലോ കല്യാണം കഴിച്ചു. അപ്പൊ ഞാൻ പറയാം കല്യാണം കഴിയുമ്പോൾ ഞാൻ അറിയിക്കാം എന്ന് പറയും. അല്ലെ കല്യാണം ഉടനെ കാണാൻ ചിലപ്പോൾ കല്യാണം കഴിക്കത്തില്ല. നമ്മൾ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാളും ഭേദമല്ലേ തിരിച്ചും മറിച്ചും സംസാരിക്കുന്നത്. എന്തിനാ തന്നെ ഇല്ലാന്നറിയാം, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്നറിയാം, ഞാൻ എന്തായാലും ഒട്ട് കല്യാണം കഴിക്കത്തില്ലെന്ന്, വേറെ കല്യാണം കഴിക്കത്തില്ലെന്ന് ഇവർക്കൊക്കെ അറിയാം. പക്ഷെ എന്റെ വായിന്ന് എന്തെങ്കിലും കേൾക്കണം. ഇപ്പൊ ആരാ പൊട്ടര് ഇപ്പം മനസ്സിലായോ? രേണുവിന് ബുദ്ധി തീരെ ഇല്ലാഴികയില്ല, ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ആ ബുദ്ധി വെച്ച് കുരുട്ട് ബുദ്ധിയും കൂടെ വെച്ച് കളിക്കുന്നതുകൊണ്ടാണ് ചിലപ്പോൾ പാളിപ്പോകുന്നത്. അതാണ് സംഭവിച്ചു പോകുന്നത്. ചിലപ്പോൾ കുരുട്ട് ബുദ്ധിയും കൂടെ ഇതിനകത്ത് ചേർത്ത് നല്ല ബുദ്ധിയുടെ കൂടെ കുറച്ച് കുരുട്ട് ബുദ്ധിയും കൂടെ ചേർക്കുമ്പം ഇടയ്ക്ക് കയ്യിൽ നിന്ന് പാളിപ്പോകുന്നുണ്ട്. അതാണ്. പക്ഷേങ്കിൽ രേണു ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. പറഞ്ഞില്ലേ, ഇവർക്കൊരു കാമുകനോ അല്ലെങ്കിൽ ഇവർ ഇനിയൊരു വിവാഹമോ അങ്ങനെയൊന്നും ഇവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും കാണത്തില്ല. ഇപ്പോൾ ഇവർക്ക് പൈസ ഉണ്ടാക്കുക എന്നൊരൊറ്റ എഴുതേ ഉള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവരതിനു വേണ്ടി കിടന്ന് ഒരുപാട് വിഷമം
വിഷമിച്ചാണ്. പൈസ ഇല്ലാത്തതിൻ്റെ ഇത് സുധി ഉള്ള സമയം തൊട്ട് ഇവർ ശരിക്കും കഷ്ടപ്പെട്ടാണ്. ഞാൻ പറഞ്ഞില്ല, സുധി പോകുന്ന സമയത്ത് വട്ടപൂജ്യത്തിൽ നിന്നാണ് ഇവർ വരുന്നത്. കയറി കിടക്കാൻ ഒരു കിടപ്പാടം പോലും ഇല്ലാതെ, അവർക്കൊരു തൊഴിലില്ല. അങ്ങനെയൊക്കെ അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ. ആ ഒരു സിറ്റുവേഷനിൽ വന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. ആ ഒരു നിന്ന് പിന്നെ പുള്ളിക്കാരി എടുത്ത് കാണിക്കുന്ന ഒരു മൂടുപടം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ മൂടുപടം. ഒരു പക്ഷേ അത് അവരുടെ ഒരു മറയായിരിക്കാനാണ് സാധ്യത. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അഹങ്കാരം കൊണ്ട് അവർ മുന്നോട്ട് പോയാലേ അവർക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളായിരിക്കും. നമ്മളൊരു പാവമായി പോയി കഴിഞ്ഞാൽ ചിലപ്പം അത് മുതലെടുക്കാൻ വരുന്ന പലരും കാണും. പക്ഷേ ഇവർ ഈ അഹങ്കാരത്തോടു കൂടി നടക്കുന്നത്, ഇവർ ഈ വെട്ടി തുറന്ന് പറയുന്നതുമായിരിക്കാം ഒരു പക്ഷേ ഇവർക്ക് ആ ഒരു ഒരു കവചം പോലെ ഇവരെ കൊണ്ട് നടക്കുന്നത്. അതായിരിക്കാം ഇവരുടെ ആ ഒരു അഹങ്കാരം എല്ലാം കൊണ്ട്. പിന്നെ ഈ വിട്ടിത്തങ്ങൾ പറയുമ്പോഴും നെഗറ്റീവ് പറയുമ്പോഴും ഒന്ന് ചിന്തിക്കുക, ഇത് തിരിച്ച് എനിക്കിട്ട് തന്നെയാണല്ലോ കിട്ടുന്ന പണി എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ. അല്ല, ഞാൻ പറയില്ല, ഇവരെ അഭിനയിക്കുന്നതിന് ഇവരുടെ കാര്യങ്ങൾക്ക് ഒന്നും ഞാൻ നെഗറ്റീവ് അല്ല. ഇവരെ ഈ നെഗറ്റീവ് പറയുന്നവരോട് എനിക്കൊട്ട് താല്പര്യവും ഇല്ല. കാര്യം വെച്ചാൽ അവരൊരു സ്ത്രീയാണ്, അവരെങ്ങനെയും ജീവിച്ച് പോട്ടെ. പക്ഷേ ഇവർ തന്നെ ഈ നെഗറ്റീവ് എന്ന് പറയുന്ന കേൾക്കുമ്പോൾ നമുക്കത് മനുഷ്യരെ ഒരുമാതിരി പൊട്ടരാക്കുന്ന രീതിയായിട്ട് നമുക്ക് തോന്നും. അന്നേരമാണ് ഈ റിയാക്ട് ചെയ്യുന്നത്. ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. അവരുടെ മനസ്സിൽ സുധി അല്ലാതെ വേറെ ഉള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം വെച്ചാൽ മനുഷ്യന് ദൈവം മറവി എന്ന് പറഞ്ഞൊന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര ഭയങ്കര സ്നേഹിച്ചതെന്ന് പറഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പം നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളവരെ ഇഷ്ടപ്പെട്ടു പോകും. അതിനാണ് ദൈവം മനുഷ്യർക്ക് മറവി എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് അദ്ദേഹം വരുവാണെങ്കിലും അവരെ സ്വീകരിക്കണം തന്നെയാണ് ഞാൻ പറയുന്നത്. കാര്യം അവരെ തട്ടിക്കളയേണ്ട കാര്യമില്ല. സുധിയുടെ കാര്യം ഓർത്തിരുന്ന് അവരത് ജീവിതകാലം മൊത്തം ആ ഒരു ദുഃഖവും കൊണ്ട് അവർ നടക്കേണ്ട കാര്യമില്ല. അവർക്ക് മറ്റൊരു ജീവിതം ചെയ്യുക എന്നും പറഞ്ഞാൽ അവർ സുധിയെ സ്നേഹിച്ചിട്ടില്ല എന്നോ അല്ലെങ്കിൽ അവർ സുധിയെ ചതിച്ചോ അങ്ങനെ ഒന്നും അല്ല ഇത് വരുന്നത്. അവർക്കൊരു ജീവിതം അവർക്ക് തിരഞ്ഞെടുക്കാം. ഇനി പറയാനുള്ളത് നമ്മുടെ ശ്രീധുവിൻ്റെ കാര്യമാണ്. ശ്രീധു കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ശ്രീധു ഇത് നെഗറ്റീവായിട്ട് ശ്രീധു എടുക്കണ്ട. ശ്രീധു പറയുന്ന കാര്യങ്ങൾ ശ്രീധു പറയുമ്പോൾ മൊത്തം അടച്ചാണ് പറയുന്നത്. മൊത്തം അടച്ച് ശരിയാണ്. ശ്രീധു പറയുന്ന കാര്യങ്ങളിൽ കുറച്ചൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഓട്ടോമാറ്റിക്കലി വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു റിയാക്ഷൻ, അതാണ് ഇദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ബിഷപ്പ് എന്തിനാണ് ആ ഒരു കേസ് കൊടുത്തത്? ഈ കേസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ വസ്തു എനിക്ക് വേണ്ട, ആ വസ്തു എനിക്ക് വേണ്ട, ഒരിക്കലും ആ ഒരു വസ്തു ഞാൻ മേടിക്കത്തില്ല. കാരണം അദ്ദേഹത്തിന് മേടിച്ചിട്ടൊന്നും നേടാനില്ല. അദ്ദേഹത്തിന് ആവശ്യമുള്ള സാമ്പത്തികവും വസ്തു അല്ലെങ്കിൽ പ്രോപ്പർട്ടി എല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യക്തിയാണ് ബിഷപ്പ്. അപ്പോൾ ബിഷപ്പിന് അത് വേണ്ട. ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് സഹിക്കുന്നത് ഒരു പരിധിയില്ലേ, അദ്ദേഹം സഹിക്കുന്നതിൽ അപ്പുറമാണ്. ഇദ്ദേഹം ഈ പറയുന്ന ആളുകൾ ബ്ലോഗേഴ്സ് ഒക്കെ പറയാറുണ്ട് ഇതിനെല്ലാത്തിനും കാരണക്കാരി രേണു സുധി, സജീന, ശ്രീധു ആണ്, നമ്മൾ മുന്നേറും ആണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശരിക്കും പറയാനുള്ളത്. പക്ഷേ ശരിക്കും വാസ്തവം എന്ന് പറയുന്നത് ഒരിക്കലില്ല. നമ്മൾ ഒന്നോ രണ്ടോ വാക്കുകൾ നമ്മൾ റിയാക്ഷൻ വീഡിയോസ് നമ്മൾ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അദ്ദേഹം ഇപ്പോഴും ഒരു കണ്ടന്റ് ആക്കി വെറും ഒരു കണ്ടന്റ്, അതായത് ബിഷപ്പിന്റെ ഫോട്ടോയും രേണുവിന്റെ ഫോട്ടോയും തമ്മിലുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ വൈറലാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും ഇപ്പോഴും പിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാൻ നിങ്ങൾ ഓരോ ബ്ലോഗേഴ്സിനാണ്, നിങ്ങൾ ചുമ്മാ വെറുതെ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴുത്തറക്കുന്ന സ്വഭാവം കാണിക്കരുത്. നിങ്ങൾ നിർത്തുകയാണെങ്കിൽ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവും. കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ രേണുവിന് ബിഷപ്പിന് രേണുവിടെ യാതൊരു പ്രശ്നമില്ല, ഇപ്പോഴും ഇല്ല. അവരെ ഇപ്പോഴും ഒന്നിപ്പിക്കാതെ നിർത്തുന്നത്, അല്ലെങ്കിൽ അവർ ഇപ്പോഴും എന്തോ വലിയ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ സൈഡിലും ഈ ഒരു സംഭവം ഇൻജെക്ട് ചെയ്ത് അവരെ വേദനിപ്പിക്കുന്നത് ശരിക്കും നമ്മുടെ ബ്ലോഗേഴ്സ് ആണ്. അതാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതല്ലാതെ ചുമ്മാ വെറുതെ ബിഷപ്പ് രേണുവിനെതിരെ കേസ് കൊടുത്തു അല്ലെങ്കിൽ രേണു അങ്ങനെ പറഞ്ഞു. ഇപ്പോഴും സത്യം പറഞ്ഞത് കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടോ, മാസങ്ങൾ പറയുന്നത് ഏകദേശം ഒരു വർഷമായി എന്ന് പറയാം. ആ ഒരു സാധനം ഇപ്പോഴും കട്ട് ചെയ്ത് ഈ പറയുന്ന വീഡിയോ ഇടുന്നതിന്റെ അർത്ഥം എന്താണ് ആക്ച്വലി എനിക്കറിയില്ല. പിന്നെ ഞാൻ ആദ്യം പറയാറ് മെയിൻ സ്ട്രീം ആണെന്ന് തോന്നുന്നു ആ ചാനൽ ഇപ്പോൾ അതായത് ബിഷപ്പ് ആദ്യം രേണു നല്ല രീതിയിൽ ലാസ്റ്റ് പറഞ്ഞത് ശരിയാണ്. മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞ ആ ചാനൽ അവിടെ പോയി രേണു ഇന്റർവ്യൂ കൊടുത്തിട്ടല്ലേ, അവിടെ പോയി രേണു ഇന്റർവ്യൂ കൊടുത്തിട്ടാണ് ആ ഒരു കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് രേണു പറയുന്നതിന് അവരാണ് രേണുവിനെ ആ ഒരു മദ്യം കുടിക്കുന്നതായിട്ട് അഭിനയിക്കാൻ പറഞ്ഞ് അത് വെറും വെള്ളമാണ്. പക്ഷേ രേണുവിനെ നശിപ്പിച്ച് കളഞ്ഞൊരു ഇൻ്റർവ്യൂ ആണത്. നശിപ്പിച്ച് കളഞ്ഞ് രേണുവിനെ നെഗറ്റീവ് രേണുവിനെ ഇഷ്ടപ്പെടുന്നവർ കൂടി വെറുപ്പിച്ചൊരു ഇൻ്റർവ്യൂ ആണത്. അതിന് അവസരം കൊടുത്തത് രേണു തന്നെയാണ്. അല്ലാതെ വേറെ രേണു ഇതിനു മുമ്പ് പ്രതികരിച്ചിട്ടുണ്ടല്ലോ. രേണുവിനെ വൃത്തികേട് പറഞ്ഞ ആ പെണ്ണ് തന്നെയാണ് ഇൻ്റർവ്യൂ ചെയ്തേക്കുന്നതെന്ന്. ഒരു മോശം വാക്ക് പറഞ്ഞപ്പോൾ രേണു ദേഷ്യപ്പെട്ട് എണീറ്റ് ആ പെണ്ണിൻ്റെ മേത്ത് വെള്ളവും കൊരിയൊഴിച്ച് ചോദിക്കുന്നുണ്ട്, നീ നിൻ്റെ വീട്ടിൽ അമ്മയോടാണെങ്കിൽ ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ മുതിർന്നവരോട് നീ ചോദ്യം ചോദിക്കുമോ എന്നും ചോദിച്ചുകൊണ്ട് അങ്ങനെ പ്രതികരിച്ച രേണു ഇതിനപ്പോൾ രേണുവിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് രേണു ആ ഒരു വേഷം കെട്ടലും ആ ഗോഷ്ഠി കാണിക്കാനെല്ലാം ഇരുന്ന് കൊടുത്തത്. പിന്നെ ശ്രീധു പറയുന്നത് ബ്ലോഗർമാരാണ് അച്ഛനെ പറ്റി മോശമായിട്ട് പറഞ്ഞത്. ഒരിക്കലുമല്ല. അതുലിനെയൊക്കെ ഇവർ പറയുന്നുണ്ട്. അതുലൊന്നും ഒരിക്കലും അച്ഛനെതിരെ ഒരക്ഷരം മറ്റേ സജീന കോള് വിളിക്കുമ്പം പോലും അച്ഛന് സൈഡായിട്ടാണ് അച്ഛന് ഇതായിട്ടാണ് അതുൽ പറയുന്ന മൊത്തം അച്ഛൻ ഇതായിട്ടാണ്. ഫിറോസിനെ പോലും അതിൽ അത്രയും ഇതായിട്ട് സംസാരിക്കുന്നില്ല. പക്ഷേ അച്ഛൻ ആ ബിഷപ്പിന് അനുകൂലമായിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും പോയിൻ്റായിട്ട് അതിൽ ചോദിക്കുന്നത്. ഇതിനകത്ത് ഒരു വ്ളോഗർമാരും ബിഷപ്പിനെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എടുത്തു വെച്ച് നിങ്ങൾ ഇങ്ങനെ എന്നാത്തിന് പറഞ്ഞു, ഇങ്ങനെ ഒരു സഹായം ചെയ്ത മനുഷ്യനെ എന്നും ചോദിച്ചില്ല. പിന്നെ ഒരു വർഷം മുമ്പ് നടന്ന കാര്യങ്ങളൊന്നുമല്ല. ഈ കഴിഞ്ഞിടയ്ക്കാണ് നിങ്ങളൊരു ഷൂട്ടിംഗ് സ്ഥലത്ത് നിങ്ങൾ 3 പേരും കൂടെ നിന്ന് ഒരു ബ്ലോഗ് ചെയ്തത്, ഒരു റീല് ചെയ്തത്. അതിനകത്ത് പറയുന്ന വർത്തമാനങ്ങളെന്ന്
പറഞ്ഞാൽ ബിഷപ്പ് ആരോ നിങ്ങളുടെ ഏതോ ഒരു വീഡിയോയ്ക്ക് അടി വന്ന് ആരോ കമൻറ്റ് ഇട്ടു, അതിൽ വന്ന് സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് ആ കാണിച്ചു കൂട്ടിയ കോലങ്ങൾ. അത് നിങ്ങളുടെ ഐഡിയിൽ മറ്റേ ശ്രീധുവിൻ്റെ അകത്തുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാനത് കയറി നോക്കിയിട്ടില്ല. പക്ഷേങ്കിൽ നമ്മുടെ സജിനയുടെ വ്ളോഗിനകത്ത് അത് കിടപ്പുണ്ട്, ഇപ്പോഴും കിടപ്പുണ്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ. പിന്നെ ആ ലൈവ് വന്നപ്പം ആ ഒരു ഭാഗം വേണമെങ്കിൽ ആ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് പോലും ഇടാതിരിക്കായിരുന്നു. ആ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടതാണ് അത്രയും ഇതിലേക്ക് വന്നത്. അതൊരു നെഗറ്റീവാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ബിഷപ്പ് നല്ല മനുഷ്യനാണെന്ന് തന്നെയാണ് ആദ്യം മുതൽ എല്ലാവരും പറഞ്ഞത്. ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ്. ഈ രേണുവിന് മാത്രമല്ല വേറെ ഉള്ളവർക്കൊക്കെ സ്ഥലം കൊടുത്തപ്പോൾ നിങ്ങൾ കളിയാക്കി സംസാരിച്ചായിരുന്നല്ലോ. കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കി അതൊക്കെ തന്നെ ബ്ലോഗർമാരാണോ അതൊക്കെ പറഞ്ഞത്? ഒരിക്കലും അല്ല, അതൊന്നും വ്ളോഗർമാരല്ല പറഞ്ഞത്, നിങ്ങൾ തന്നെയാണ് പറയുന്നത്. അതിനെതിരെ വ്ളോഗർമാർ പ്രതികരിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ ആ പറഞ്ഞതിനെതിരെ എതിരെ പ്രതികരിച്ച് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല, വ്ളോഗർമാർ മാത്രമാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ മൊത്തം പറഞ്ഞ് ബിഷപ്പിനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചേക്കുന്നതെന്ന്. ബിഷപ്പ് ഈ വ്ളോഗർമാർക്കെതിരെയൊന്നും അല്ലല്ലോ ഈ നോട്ടീസ് അയച്ചത്. ഈ വ്ളോഗർമാരുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലല്ലോ ബിഷപ്പ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾ പറഞ്ഞാലോ ഒരിക്കലും അദ്ദേഹം തിരിച്ചെടുക്കുകയില്ല, അത് ഏത് പൊട്ടക്കണ്ണനും അറിയാവുന്ന കാര്യമാണ്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരിച്ചെടുക്കാനായിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും കൊടുക്കുകയില്ലായിരുന്നു. വീണ്ടും അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് അതിനൊന്നും പണത്തിനോട് ആർത്തിയുള്ളൊരു മനുഷ്യനല്ല. അങ്ങനെ ആർത്തിയുള്ളൊരു മനുഷ്യനായിരുന്നെങ്കിൽ അതെല്ലാം വിറ്റേച്ച് അതുകൊണ്ട് അദ്ദേഹത്തിന് സുഖമായിട്ട് ജീവിക്കായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല ചിന്തിച്ചത്. ഈ ലോകത്തുനിന്ന് പോകുന്നതിന് മുമ്പ് കുറച്ച് പേരെങ്കിലും നല്ലതായിട്ട് ജീവിക്കട്ടെ, അദ്ദേഹത്തെ കൊണ്ടൊരു പുണ്യം ഒരു ഇത് മനുഷ്യർക്ക് കിട്ടട്ടെ, ആ ഒരു ഇതെന്നുള്ള രീതിക്കാണ് മറ്റുള്ളവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഓരോ സഹായങ്ങൾ ചെയ്യുന്നത് ആ ഒരു നല്ല മനസ്സുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ എന്നെല്ലാം പറഞ്ഞു. ശ്രീധു തന്നെ പറഞ്ഞായിരുന്നല്ലോ, ഒരു പിച്ചക്കാരൻ വരുന്നു, പിച്ചക്കാരന് പൈസ കൊടുക്കുന്നു, പിച്ചക്കാരൻ അങ്ങോട്ട് പോയി കഴിയുമ്പം അത് തിരിച്ചു തന്നു പറഞ്ഞ് മേടിക്കുന്നത് ശരിയാണോ, ഒരാൾക്ക് ഭിക്ഷ കൊടുത്തേച്ച് എന്ന് ചോദിച്ചായിരുന്നു. നിങ്ങളൊക്കെ തന്നെയല്ലേ പ്രതികരിച്ചത്? ആ നോട്ടീസ് വന്നെന്ന് അറിഞ്ഞപ്പം തന്നെ നിങ്ങളൊക്കെ തന്നെയാണ് പ്രതികരിച്ചത്. അതിൻ്റെ ബാക്കിയായിട്ട് വ്ളോഗർമാരും പറഞ്ഞു, നിങ്ങൾ പറയുന്നതിൻ്റെ ബാക്കി വ്ളോഗർമാർ പറഞ്ഞു. ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് അത് മറ്റുള്ളവരുടെ തലയിലേക്ക് ചാരി ന്യായീകരിക്കാൻ നോക്കരുത്. ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് സജിനയോടുള്ളൊരു ബഹുമാനം. സജിന ഉള്ള കാര്യം തുറന്ന് പറഞ്ഞിട്ട് സജിന പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടുണ്ട്, അതിന് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് സജിന പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് സജിനയ്ക്ക് ഒരു തെറ്റ് പറ്റിയ സജിനയ്ക്ക് തിരുത്താനുള്ള മനസ്സുണ്ട്. ശ്രീധു ഈ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് വ്ളോഗർമാരാണ് അച്ഛനെ മോശക്കാരനാക്കിയതും, വ്ളോഗർമാർ കാരണം അച്ഛൻ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നു, അച്ഛന് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിക്കാണ്. നിങ്ങൾ ഇതിന് മുമ്പേ പോയി അവിടെ പോയി സംസാരിച്ചിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളായിരുന്നു. നിങ്ങൾക്കൊരു പ്രശ്നം വന്ന് നിങ്ങൾ അവിടെ ചെന്ന് ബിഷപ്പിനെ കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും നിങ്ങളോട് ദേഷ്യപ്പെടാൻ പോകുന്നില്ല. കാര്യം അദ്ദേഹത്തിനെ അതുപോലെ വയലൻ്റ് ആക്കി കഴിഞ്ഞപ്പോഴാണ്. അദ്ദേഹം മനുഷ്യനല്ലേ, ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, പ്രതികരിച്ച് പോകും. നിങ്ങൾ ഒരാളുടെ ജീവിതം വെച്ചിട്ടാണ് കളിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഇങ്ങനത്തെ പദവിയിലിരിക്കുന്ന വ്യക്തിയുടെ ലൈഫ് വെച്ച് കളിക്കുമ്പോൾ ദൈവം എന്ന് പറയുന്ന വ്യക്തി എന്നും കണ്ടുകൊണ്ടിരിക്കില്ല. നിങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം മറ്റൊരു സൈഡിൽ കൂടെ നിങ്ങൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും. കാരണം ഇതെന്ന് പറയുന്നത് ചെയ്യുന്ന ഭയങ്കര പാവമായിട്ടുള്ള കാര്യമാണ്. എത്രയും കണ്ടിട്ടുണ്ട് അല്ലേ? ആ ഒരു സാധനം ഇപ്പോഴും കട്ട് ചെയ്ത് ഇടുകയും ചെയ്യുന്ന ഈ മന്ദബുദ്ധികളായ വ്ളോഗേഴ്സ് അങ്ങനെ തന്നെ പറയും. കാരണം ഞങ്ങൾ എന്തോ ആണ്, ഞങ്ങൾ സംഭവം ആണെന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന് ജനങ്ങളോട്ട് എത്തിക്കുന്ന സാധനങ്ങളെല്ലാം ഭയങ്കര ഓൾഡായിട്ടുള്ള കാര്യമാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നൊരു സംഭവം ചെയ്യുന്നത് ശരിക്കും ഒരു വ്ളോഗേഴ്സ് ആണ്. ഈ ഒരു ചാനൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ആവശ്യം എന്താണ്? നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ ഓൾറെഡി റിയാക്ട് ചെയ്ത് പോയ കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണ്ട വീഡിയോസ് നിങ്ങൾക്ക് അറിയില്ല. അതിന് എന്തിനാണ് വീണ്ടും ഇപ്പോഴും റിയാക്ട് ചെയ്ത് അത് പുതുതായിട്ട് ഇപ്പോൾ നടന്ന ഒരു സംഭവം എന്നുള്ള രീതിക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ്? സത്യം പറയുകയാണെങ്കിൽ ഇത് ഫുള്ള് ജനങ്ങളെ തെറ്റിപ്പിക്കുന്ന സാധനങ്ങളാണ്. അതായത് ബിഷപ്പ് ഞാൻ സംസാരിച്ചിടത്തോളം പാവമാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്ത് സംസാരിക്കണം എന്നോ സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അദ്ദേഹം പെട്ട അവസ്ഥയിലാണ്. അദ്ദേഹം തന്നെ പറയുന്ന പോലെ എനിക്ക് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല, എന്നെ ഇങ്ങനെ വലിച്ചിരുന്നു, ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം മനുഷ്യനാണ് എന്നുള്ള പരിഗണന കൊടുക്കുക എന്നുള്ള എൻ്റെ റിക്വസ്റ്റ് ആണ്. കൂടാതെ ഇതിൽ തമ്മിൽ എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട. ഞങ്ങൾ ബിഷപ്പിന്റെ വീട്ടിൽ പോയ ആ സംഭവം നമ്മുടെ അത് ബ്ലോഗ്സ് ആണെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ പോയപ്പോൾ ബിഷപ്പ് ഞങ്ങളെ ചവിട്ടി പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് തമ്മിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് വിചാരിച്ചിട്ടുണ്ടാകും അത് എനിക്കും സജീനിക്കും തമ്മിൽ ഒരു നെഗറ്റീവ് വരട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ പോയപ്പോൾ ബിഷപ്പ് ഞങ്ങൾ ഇറക്കി എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവത്തിൽ ഇവൻ എന്തോ പോസിറ്റീവ് അല്ലെങ്കിൽ ഞങ്ങൾ കളിയാക്കുന്ന രീതിയിലാണ് അവർ തമ്മിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ തമ്മിൽ പുറത്തോട്ട് പോകുമ്പോൾ സാധാരണ ജനങ്ങൾ എന്താണ് ചിന്തിക്കുക? അപ്പോൾ ബിഷപ്പ് എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്നിട്ട് ഇദ്ദേഹം ആ രണ്ട് കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ അവരെ ചവിട്ടി പുറത്താക്കി. അപ്പോൾ ഇദ്ദേഹം ഒരു ബിഷപ്പാണോ അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്യാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണ് ചെയ്തത് എന്നേ നോർമലി ചിന്തിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയും ഈ പറയുന്ന ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ബിഷപ്പിനെതിരെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കുന്നവരല്ലേ? ഞങ്ങൾ ആ ഒരു വീട്ടിൽ ബിഷപ്പിനെ സംസാരിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം ആരും ഇവിടെ വേറെ ആരില്ല, ഞങ്ങൾ കുഴപ്പമില്ല ബിഷപ്പ്, ഞങ്ങൾക്ക് നമുക്ക് പുറത്തേക്ക് സംസാരിക്കാം. ശരി, ഓക്കെ. അങ്ങനെ ബിഷപ്പ് നമ്മൾ ആ പുറത്ത് സിറ്റോട്ടിൽ നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. എന്ത് മാന്യമായിട്ടാണ് ഞങ്ങൾ പെരുമാറുന്നത്? ഞങ്ങൾ റിച്ച് പോകുന്ന പറയുക, ഞങ്ങൾ ഇത്രയും വിവാദത്തിൽ കിടക്കുന്ന രണ്ടുപേരല്ലേ ബിഷപ്പിന്റെയും രേണുവിന്റെ ഇടയിൽ നമ്മൾ റിയാക്ഷൻ വീഡിയോസ് കിട്ടുന്നത് നമുക്ക് കുറച്ച് അറിയാം. അപ്പോൾ ബിഷപ്പ് ഞങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കേണ്ടോ അങ്ങനെ എന്തെങ്കിലും ആദ്യം ബിഷപ്പ് പറയുന്നത് നമ്മൾ സംസാരിക്കാൻ താല്പര്യമില്ല, കേസിനായിട്ട് പോട്ടെ, നേരെ സംസാരിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കാമായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ചെയ്തില്ല? അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചിന്തിച്ച് നോക്കുക, ഇങ്ങനത്തെ കേസ് നിലനിൽക്കുക ആരെങ്കിലും വന്ന് അതുപോലെ സംസാരിക്കാൻ ബിഷപ്പ് എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ വിവാദത്തിൽ നടക്കുന്ന ഇഷ്യൂ വരുമ്പോൾ അത് സംസാരിക്കാൻ എനിക്ക് തോന്നില്ല നിൽക്കുന്നു. കാരണം അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒത്തിരി ഉണ്ടാകുന്നത് വേണമെങ്കിൽ ബിഷപ്പിന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും അദ്ദേഹം നമ്മൾ മാന്യമായിട്ടുള്ള രീതിയിലാണ് നമ്മളെ വിളിച്ചിട്ട് സംസാരിച്ചത്. ഇതാരാ പറയുന്നത്? ശ്രീധു തന്നെയാണോ ഈ പറയുന്നത്? നിങ്ങൾ തന്നെയാണ് ആ മനുഷ്യനെ നെഗറ്റീവ് പറഞ്ഞത്.
നിങ്ങൾ തന്നെയാണ് ആ മനുഷ്യൻ നെഗറ്റീവ് പറഞ്ഞ് രേണു പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് വരട്ടെ കാണിച്ചു തരാം എന്നൊക്കെ നിങ്ങൾ തന്നെയാണ് പബ്ലിക്ക് വന്ന് പറഞ്ഞത്. ഇത് കേട്ടാൽ തോന്നും ഇവരാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ 1 വർഷം മുമ്പെയുള്ള വീഡിയോ എന്ന് പറയുന്നത്, 1 വർഷം മുമ്പെയുള്ള വീഡിയോ എന്നില്ല, കഴിഞ്ഞിടയ്ക്കും കണ്ട് ചെയ്തൊരു വീഡിയോസാണ്. ആ ഒരു ഷൂട്ടിങ് നടക്കുന്നത് കാര്യങ്ങളൊക്കെ ആയിട്ടോ ഒരു ആഴ്ചകളോ കൂടി വന്ന ഒരു 2 മാസമെങ്കിലും അത്ര അതിൽ കൂടുതലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു വീഡിയോ. അതൊക്കെ റിമൂവ് ചെയ്യാനാണ് ബിഷപ്പ് നിങ്ങൾക്ക് തന്ന നോട്ടീസിനകത്തുണ്ടായിരുന്നത്. ബിഷപ്പിനെ പറ്റി നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ റിമൂവ് ചെയ്യാനെന്ന് പറഞ്ഞാൽ, അല്ലാതെ വ്ളോഗേഴ്സ് റിമൂവ് ചെയ്യാനെന്നല്ല പറയും. പിന്നെ തമന്നയിൽ കൊടുക്കുന്നത് കണ്ട് ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല ശ്രീതു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു വീഡിയോ ഇറക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളത് പബ്ലിക്കിലേക്ക് പോകാൻ വേണ്ടിയാണ് വീഡിയോ ഇറക്കുന്നത്, അല്ലാതെ നമുക്കും നമ്മുടെ വീട്ടുകാർക്കും കാണാൻ വേണ്ടി മാത്രം നമ്മൾ ഒരുക്കുന്നൊരു വീഡിയോ അല്ല. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ആൾക്കാർ ശ്രദ്ധിച്ച് ഇതിനകത്ത് എന്നതാ സംഭവം എന്ന് അറിയാൻ വേണ്ടി കയറി നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് എന്നാണെന്നറിയാൻ വേണ്ടി ആൾക്കാർ അതിനകത്തേക്ക് കയറി നോക്കുന്നത്. ആ നോക്കുന്ന സമയത്താണ് അതിനകത്ത് സത്യങ്ങൾ എന്നാന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത്. അല്ലാതെ തമന്നയെ കണ്ടുകൊണ്ട് ഒരാളെ ആരും വെറുക്കാൻ പോകുന്നില്ല. തമന്നയിൽ എന്നാന്ന് വെച്ചുകൊണ്ട് തമന്നയിൽ കൊടുക്കുന്നത് എന്നാന്ന് പറഞ്ഞുകൊണ്ട് ആരും വെറുക്കാൻ പോകുന്നില്ല. അത് വിട്ടുകള. അതിലിടുന്ന ഇതെല്ലാം അങ്ങനത്തെയാണ്, ശരിയാണ്. പക്ഷേ അതിൽ പറയുന്ന കാര്യങ്ങൾക്കകത്ത് ബിഷപ്പിനെ ഒന്നും പറയുന്നുണ്ട്. നിങ്ങളെ പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നത്, രേണുവിനെ പറയുന്നുണ്ട്, ശ്രീധുവിനെയും പറയാറുണ്ട്, മറ്റേ പുള്ളിക്കാരുടെ പേര് എപ്പോഴും മറന്നു പോകും, പുള്ളിക്കാരെയും പറയാറുണ്ട്, ഇവരെ 3 പേരെയും പറയാറുണ്ട്. പക്ഷേ ബിഷപ്പിന് അതിൽ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാ വ്ളോഗേഴ്സും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ആ ഒരു മനുഷ്യനോട് നിങ്ങൾ പറയുന്നതും കാണിക്കുന്നതും ദൈവം കണ്ടുകൊണ്ടിരിക്കത്തില്ല, നിങ്ങളുടെ നാശത്തിനാണ്. വ്ളോഗേഴ്സ് മാത്രമല്ല കമൻ്റ് ഇടുന്നവരും പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ്, നിങ്ങളുടെ നാശത്തിനാണ് നിങ്ങൾ ആ മനുഷ്യനെ ഇങ്ങനെ വേണ്ടാതീനം പറയുന്നത്, നിങ്ങൾ നിർത്ത് എന്ന് നിങ്ങളോടാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഇത് നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുക, മറ്റുള്ള വ്ളോഗർമാരെ ഉപദേശിക്കുക, പാവം പിടിച്ച മനുഷ്യനെ ജീവിക്കാൻ വിട്, ആ മനുഷ്യനെ ദ്രോഹിച്ചാൽ അത് നിങ്ങളുടെ നാശത്തിനാണ് എന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും? എങ്ങനെ? ഇതിൻ്റെ അടിയിൽ തന്നെ ഇഷ്ടംപോലെ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പൊതുജനം എന്ന് പറയുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഈ പബ്ലിക്കിലേക്ക് ഓരോന്നും വിടുമ്പം അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്കിത് കേട്ട് അവർക്ക് മനസ്സിലാക്കിയിട്ട് മന്ദബുദ്ധികളൊന്നുമല്ല ഈ കാണുന്നവരൊന്നും. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് നെഗറ്റീവ് കൊണ്ടുവന്നത്, വേറെ ആരുമല്ല. ഈ ഒരു പ്രശ്നത്തിന് ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്, അല്ലാതെ വേറെ ആരുമല്ല. ഇതിൻ്റെ പേര് ഇപ്പം നിങ്ങൾ എന്നെ പറയാൻ വന്നാലും എനിക്ക് വിഷയമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കേൾക്കുന്ന ഏതൊരു മനുഷ്യർക്കും മനസ്സിലാകും ഇതിൽ സത്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ സജിനെയോ രേണുവിനെയോ ഒന്നും മോശമാക്കി പറയാൻ വേണ്ടി വന്നതല്ല. നിങ്ങൾ വന്ന് മറ്റുള്ളവരെ മൊത്തത്തിൽ അടച്ച് പറയുമ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇതിൽ സത്യം എന്നാണെന്നുള്ളത്. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ തലയ്ക്കകത്ത് വെട്ടം വീണിട്ടില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ. അത് ഒരു ബിഷപ്പിന് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ശാപം കിട്ടുന്ന മറ്റുള്ളവരെ എന്നാ ദോഷം കിട്ടേണ്ട കാര്യം ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പറയുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വായിൽ നിന്നിരുന്ന വാക്കുകൾ നിങ്ങളുടെ നേരെ തന്നെയാണ് വരുന്നത്, വേറെ ആരുടെയും നേരെയല്ല. ഇപ്പം തന്നെ രേണുവിനോട് ചോദിച്ചു ബിഷപ്പ് അയച്ച നോട്ടീസിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞെന്താ, അത് നിയമപരമായിട്ട് പോട്ടെ, നിയമപരമായിട്ട് നമുക്ക് തന്നെ പോകാം, അത് പ്രശ്നങ്ങളില്ല, അത് പറഞ്ഞു, ബിഷപ്പുമായിട്ട് സംസാരിച്ചു, അത് സോൾവായി, അത് ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് മിസ്റ്റേക്ക് എന്നൊരു വാക്ക് അവിടെ പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. രേണു അതിനുവരെ പറഞ്ഞു കൊടുത്ത മറുപടി എന്നതാണ്, അത് കേസായിട്ട് പോട്ടെ നമുക്ക് നോക്കാം എന്ന്. കേസായിട്ട് പോയാൽ ഇവർ തന്നെ തോറ്റു പോത്തേ ഉള്ളൂ. പിന്നെ അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകത്തില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ കൊടുത്തത് ആരും തിരിച്ച് മേടിക്കുകയില്ല. അദ്ദേഹത്തെ അതുപോലെ വേദനിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഡിമാൻഡ് പോലെ അദ്ദേഹം വെച്ചത്. ആ ഒരു വീഡിയോ ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം, എന്നാലേ ഇത് മുന്നോട്ട് നോട്ടീസ് അയച്ചതിൻ്റെ ഒരു കാരണങ്ങൾ അത് മാത്രമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കാനോ അല്ലെങ്കിൽ ഇറക്കി വിടുന്നോ ഒന്നും പറഞ്ഞല്ല അദ്ദേഹം ചെയ്യത്തില്ല. അദ്ദേഹത്തിന് എത്ര ദ്രോഹിച്ചാലും അദ്ദേഹം അത് ചെയ്യത്തില്ല. കാര്യം ചെയ്യാനാണെങ്കിൽ മറ്റേ ഷെബീന ബീബി പറഞ്ഞതാണ്, അന്നേരം ബിഷപ്പ് പറഞ്ഞു തന്നെ ഞാൻ ഒരിക്കലും അത് ചെയ്യലെന്ന്. അതാ പറഞ്ഞു, ആ മനുഷ്യൻ്റെ മനസ്സ് കാണാതെ പോയത് നിങ്ങളാണ്. നിങ്ങൾ 3 പേരുമാണ് ആ മനസ്സ് കാണാതെ പോയി ആ മനുഷ്യനെ വേദനിപ്പിക്കുകയും ആ മനുഷ്യനെ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് നാണം കെടുത്തുകയും ചെയ്തത്, അല്ലാതെ വേറെ ആരുമല്ല, അല്ലാതെ ഒരു വ്ളോഗർമാരുമല്ല. പിന്നെ നിങ്ങളെ ആരാധിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ഞാൻ ബിഷപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് സംസാരിച്ചപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻ്റാണ്, മറ്റേ സജിനയുടെ വീഡിയോ പോയി കാണാം, ബിഷപ്പിനെ പറ്റി പറയുന്നത് കേൾക്കാം, ബിഷപ്പ് അങ്ങനെയാണ്, ബിഷപ്പ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ബിഷപ്പിനെ പറ്റി അറിയാൻ മേലാത്തതുകൊണ്ട് നിങ്ങൾ ബിഷപ്പിന് സൈഡ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്നൊരു കമൻറ്റാണ്. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ആ വീഡിയോ പോയി കാണുന്നില്ല എന്ന് പറഞ്ഞു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഞാനല്ലാതെ തന്നെ ഇഷ്ടംപോലെ അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്തത്, അല്ലാതെ ഒന്നും അറിയാതെ ചെയ്തതല്ല. എന്ന് പറയുന്ന പോലെ നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഒരു ഇച്ചിരിയിലും ഒന്ന് ബോധമുണ്ടെങ്കിൽ ചിന്തിച്ച് നോക്കുക. ഇതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം.